ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനൽ മൈ അൺകാനി ഡെസ്റ്റിനിയുടെ എപ്പിസോഡ് 18 റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ലാസ്റ്റ് എപ്പിസോഡിൽ കാണിക്കുന്നത് എന്താണ്, നമ്മുടെ ഹീറോനെ കണ്ടിട്ട് നമ്മുടെ യുൻ രാജകുമാരി വന്നിട്ട് എന്താ പറയുന്നത്, രാജാവേ എന്ന് പറഞ്ഞ് പ്രണമിക്കുന്ന സീനോട് കൂടിയാണ്. അപ്പം നമ്മുടെ ജനറൽ വന്ന് ഇവരെ ഭയങ്കര ഡൗട്ടായിട്ട് നോക്കുക. ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനും രണ്ട് ചേട്ടന്മാരും ഓടി വന്നിട്ട് പറയാണ്, ഇവിടെ എന്താണ് നമ്മുടെ ജനറലിൻ്റെ പാലസിൽ കയറി വന്ന് അവൾക്ക് ഇച്ചിരി കാരണം വെച്ചാൽ അടുത്ത രാജ്യത്തിലെ മീൻസ് നമ്മുടെ ശിവാനു രാജ്യത്തിലെ രാജാവല്ല ഹീറോനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് എന്താണ് കുറേ ആൾ ട്രൈ ചെയ്തേ, പക്ഷെ നടന്നില്ല. അവസാനം ഹീറോയിൻ കല്യാണം കഴിച്ചപ്പോൾ അതിൻ്റെ ഇതിൽ ഈ പെങ്കൊച്ചിന് വട്ടായി പോയതാ. അതുകൊണ്ട് ആരെ കണ്ടാലും രാജാവേന്ന് വെച്ച് പ്രണമിക്കുക, അത് കാര്യമാക്കണ്ടെന്ന് ജനറലിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഈ മീൻസ് യുൻ രാജകുമാരനെ വിളിച്ചുകൊണ്ട് പോകണം. അപ്പോൾ ജനറൽ പറയുകയാണ്, ഓക്കെ നാളെ നമുക്കൊരു കാര്യമുള്ളതല്ലേ, അവിടെ നിങ്ങൾ ചെന്ന് ഉറങ്ങാൻ പറഞ്ഞിട്ട് അവിടെയുള്ള ഒരാളെ അടുത്ത് ചൂടാവുകയാണ്. എന്താണ് ഈ ഇതെന്താ ചന്ത വല്ലതും ആണോ, എല്ലാവർക്കും വന്ന് കയറിപ്പോയി, ഇതെന്താ വല്ല ചന്തയാണോ, ഇവിടുത്തെ സെക്യൂരിറ്റി ചുണ്ട് സ്ട്രോങ് ആക്കണം എന്ന് പറഞ്ഞിട്ട് ജനറൽ അവിടെ നിന്ന് പോവാണ്. അത് കഴിഞ്ഞ് കാണിക്കുകയാണ് നമ്മുടെ ജനറലിൻ്റെ അസിസ്റ്റൻറ്റ് വന്ന് നമ്മുടെ എന്താ പറയുന്നത് ഹീറോയിൻ്റെ പെങ്ങളെ വിളിച്ചുകൊണ്ട് പോയില്ലായിരുന്നോ, ഹീറോയിനെ കാണിച്ചിടാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവനെ കാണിക്കുവാണ്. അവൻ ഇവിടെ ചെന്നിട്ട് ഇവിടെ അടുത്ത് തെറ്റായിട്ട് പെരുമാറാൻ നോക്കുക. അപ്പോൾ ഇവള് ഇവൻ്റെ കൈ കടിച്ചിട്ട് നമ്മുടെ ഹീറോയിൻ്റെ പെങ്ങൾ വന്ന് രക്ഷപ്പെട്ട് ഓടി വരുന്ന സമയത്ത് ഇവനെ കല്ലൊക്കെ എടുത്തെറിഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ ഓടി വരിക. ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും വന്ന് എന്താ പറയുക റൂമിലിരുന്നിട്ട് ഇവർ യുൻ രാജകുമാരി എന്തോ ചെയ്യണം, അവളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണ്ടേ. അപ്പോൾ അത് എന്തോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവർ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ പെങ്ങൾ എന്താ പറയുന്നത് നമ്മുടെ ഹീറോയിൻ്റെ പേരും വിളിച്ചിട്ട് ഓടി വരുന്ന ശബ്ദം ഇവർ കേൾക്കും. എന്നിട്ട് ഇവർ വന്ന് നോക്കുന്ന സമയത്ത് നേരെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് ഇവരെ പിന്നെ വന്നിട്ട് ഇവിടെ വിളിക്കുക. ആ സമയത്ത് ജനറലിൻ്റെ അസിസ്റ്റൻ്റ് അടുത്ത് വരുന്നത്. അപ്പോൾ എന്നിട്ട് പറയണത് എൻ്റെ അടുത്ത് എന്താണ് ജനറൽ അസിസ്റ്റൻറ്റ് തെറ്റായിട്ട് പെരുമാറാൻ നോക്കിയെന്ന് പറയുമ്പോൾ ഹീറോയ്ക്കും അതുപോലെ ദേഷ്യം വരും. അതുപോലെ തന്നെ ഹീറോയിൻ്റെ അസിസ്റ്റൻറ്റും ദേഷ്യം വന്ന് അവർ കത്തിയെടുക്കുക. ആ സമയത്ത് കറക്റ്റ് ജനറൽ ഈ ശബ്ദം കേട്ടിട്ട് അവിടെ വന്ന് കാണും. അപ്പോൾ ജനറൽ ചൂടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ പാലസിൽ കയറി വന്നിട്ടില്ല ഇവർ എന്താ പറയുന്നത് ഈ ജനറലിൻ്റെ അസിസ്റ്റൻ്റ് നേരെയാണ് കത്തി എടുത്ത് പിടിച്ചേക്കുന്നത്. അപ്പോൾ അവനും ചൂടാവും. പക്ഷേ ഇവർ പറയും ഞങ്ങളുടെ ഇവള് ഒരു പക്ഷേ മൂഷി രാജ്യത്തിലെ രാജകുമാരി അല്ലായിരിക്കാം, പക്ഷേ എങ്കിലും ശിവാനി രാജ്യത്തിലെ രാജകുമാരിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവളുടെ സേഫ്റ്റിയാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് ഞങ്ങൾ ഇവനെ കൊല്ലണോ അതോ നിങ്ങളായിട്ട് എന്തെങ്കിലും പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് ചോദിക്കുമ്പോൾ ജനറലിന് അവസാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കാര്യം നടക്കണമല്ലോ. അതുകൊണ്ട് ജനറൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനറൽ അസിസ്റ്റൻ്റ് ചെവി അങ്ങ് ചെവി വെട്ടുന്നിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സമാധാനമായോ, ഇപ്പം നിങ്ങൾക്ക് എല്ലാം ഓക്കെ ആയോ എന്ന് പറഞ്ഞിട്ട് ജനറൽ അവിടെ നിന്ന് ചൂടായിട്ട് അവിടെ നിന്ന് ജനറൽ പോവാണ്. ജനറലിൻ്റെ അസിസ്റ്റൻ്റ് ഭയങ്കര കാര്യം കേട്ടോ. അപ്പോൾ അവനെ ചെന്നിരുന്നിട്ട് ആശ്വസിപ്പിക്കുക. പിന്നെ ഇന്ന് വേറെ വഴിയില്ലാത്തതുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ജനറൽ വന്ന് ജനറലിൻ്റെ അസിസ്റ്റൻ്റ് ആശ്വസിപ്പിക്കാം. അപ്പോൾ അവൻ ഇതൊന്നും കേട്ടിട്ട് എന്താ പറയുന്നത് അവൻ കൺവിൻസ് ആവുന്ന രീതിയല്ല ജനറൽ അസിസ്റ്റൻ്റ്. അവൻ പറയുകയാണ്, നീ ആ പെണ്ണിന് വേണ്ടി നിങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറിയില്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് ജനറൽ പറയുകയാണ്, നാളെ നമുക്ക് ആ ഒരു സത്യപ്രതിജ്ഞ എന്നുവെച്ചാൽ ആ ഒരു സംഭവം വായിച്ചിട്ട് നമ്മുടെ ജനറലിനെ രാജാവാക്കുന്ന വരേ ഉള്ളൂ ആരുടെ ആട്ടം, നമ്മുടെ ഹീറോയിൻ്റെ ആട്ടം. അത് കഴിഞ്ഞ അടുത്ത നിമിഷം തൊട്ട് എൻ്റെ കയ്യിൽ പദവി വന്നു കഴിഞ്ഞാൽ ഞാൻ അവളെ വെറുതെ വെച്ചേക്കുന്നതാണോ നീ വിചാരിച്ചത്, അവളെ ഞാൻ തുണ്ടാക്കി മുറിച്ച് കൊന്നു കളയുന്നു നമ്മുടെ ജനറൽ അസിസ്റ്റൻ്റ് അടുത്ത് പറഞ്ഞിട്ട് അവനെ ഒന്ന് ആശ്വസിപ്പിക്കുവാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ കട്ട കലിപ്പിരിക്കുക ആരുടെ അടുത്ത്, നമ്മുടെ ഹീറോയിൻ്റെ പെങ്ങളടുത്ത്. അപ്പോൾ ചൂടാവുന്ന സമയത്ത് ഹീറോയിൻ്റെ പെങ്ങൾ പറയുകയാണ്, നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എൻ്റെ ടാനിനൊന്നും വരാത്തോടത്തോളം കാലം നിങ്ങൾ സേഫായി വെച്ചിടത്തോളം കാലം നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേട്ടോളാം, എനിക്കതിന് പ്രശ്നമൊന്നുമില്ലെന്ന്. അപ്പോൾ ഹീറോയുടെ ദേഷ്യം വെച്ചാൽ നീ എന്തിനാ ടാൻ്റെ പിന്നാലെ ഇങ്ങ് വരാൻ നിന്നേന്ന് പറഞ്ഞിട്ട് ചൂടാവും, എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയിരുന്നത് എന്തോ ചെയ്താനെന്ന് പറഞ്ഞിട്ട് ഒരു സ്നേഹത്തിൻ്റെ പുറത്താണ് നമ്മുടെ ഹീറോ ചൂടാവുന്നത്. അപ്പോൾ എടുത്തുകൊണ്ട് നമ്മുടെ ഹീറോയിൻ്റെ പെങ്ങൾ പറയണം, അത് ശരി നിങ്ങൾക്ക് നിങ്ങളുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യ അന്വേഷിച്ച് ഇവിടെ വരാം, നിങ്ങൾക്ക് അതിന് നാണമൊന്നുമില്ല, നിങ്ങൾ അവിടുത്തെ രാജാവെന്ന് വല്ല വിവരമുണ്ടോ, എന്നിട്ട് നമ്മുടെ ഹീറോയിന് വേണ്ടി നീ ഇവിടെ വന്നപ്പോഴൊന്നും ഞാനൊന്നും പറഞ്ഞില്ലോ എന്ന് ഹീറോയിൻ്റെ അടുത്ത് പറയാം. അപ്പോൾ ഹീറോയ്ക്കിട്ടൊന്നും പറയാനും പറ്റത്തില്ല. അവസാനം ഹീറോ ഇതിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് പറയണം, എന്താണ് ഹീറോയിൻ്റെ പെങ്ങൾക്കൊന്നും പറ്റാതെ നോക്കിയാൽ പറയാം, അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ ആവണ്ടെന്ന് ഹീറോയിൻ്റെ അടുത്ത് പറയണം. അപ്പോൾ ഹീറോയും പറയുമ്പോൾ ഹീറോ കൺവിൻസ് ആവാതിരിക്കത്തില്ല. അപ്പോൾ അവന് ഇച്ചിരി കൺവിൻസ് ആവാണ്. അതുപോലെ തന്നെ യുൻ രാജകുമാരിയുടെ അടുത്ത് നമ്മുടെ ഹീറോയിൻ പറയുവാണ്, നീ ഇപ്രാവശ്യം ചതിക്കാതെ ഞങ്ങളുടെ കൂടെ നിന്നേ പറ്റത്തുള്ളൂ, നീ വേണമെങ്കിൽ നമ്മുടെ ഹീറോ നിൽക്കുന്ന ഒരു സെർവൻ്റായിട്ട് നീ ഇവിടെ നിന്നോ, എൻ്റെ കൂടെ നിന്നോ, അവൻ രാജാവാന്നുള്ള കാര്യമൊന്നും ആരും അറിയരുത്, ഇവിടെ അവനൊരു സെർവൻ്റായിട്ടാണ് വന്നിരിക്കുന്നത്, നീ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുവാണെങ്കിൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഇവിടുന്ന് പോകുന്ന കാര്യവും നമ്മുടെ കാര്യം നടക്കുന്ന കാര്യമില്ല, നമ്മുടെ എല്ലാം ജീവനെ ബാധിക്കുന്ന കാര്യമാണെന്ന് ഓർത്തിട്ട് വേണം നീ പെരുമാറാണെന്ന് യുൻ രാജകുമാരിയുടെ അടുത്ത് പറയുവാണ്. ഇതേ സമയം കാണിക്കുവാണ് നമ്മുടെ ടാനിൻ്റെ വീട്ടിലല്ലേ നമ്മുടെ എന്താ പറയുന്നത് ഹീറോയിൻ്റെ പെങ്ങളാക്കിയിരുന്നത്, അവിടെ ആരുണ്ട്, നമ്മുടെ ലിൻ രാജകുമാരി ഉണ്ടല്ലോ, അവളുടെ അടുത്തേക്ക് അവളുടെ ഒരു അസിസ്റ്റൻ്റ് ഇല്ലായിരുന്നോ, അവൾ വന്നിട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്, ഞാൻ എന്താണ് ജനറൽ പാലസിൽ ആരും അറിയാതെ കയറിയപ്പോൾ അവിടെ പറയുന്നത് കേട്ടതാണ്, എന്താണ് നാളെ നമ്മുടെ മൂഷി രാജ്യത്തിലെ രാജാവിൻ്റെ വേഷത്തിൽ ഇവിടുന്ന് രൂപം മാറി പോകാൻ പോകുന്നത് ആരാണ്, നമ്മുടെ ഹീറോയിനാണ് എന്നുള്ള കാര്യം പറയണം. അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത് ലിൻ രാജകുമാരി എന്തോ ഒരു പ്ലാൻ മനസ്സിൽ വെച്ചുകൊണ്ട് ചിരിക്കുവാണ്.
അത് കഴിഞ്ഞ് നമ്മുടെ യാങ് വന്ന് നമ്മുടെ ഹീറോയിനെ കാണാൻ വരികയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് എന്താണ്, എൻ്റെ മനസ്സിൽ ആർക്ക് മാത്രമേ സ്ഥാനമുള്ളൂ, ഹീറോയ്ക്ക് മാത്രമേ സ്ഥാനമുള്ളൂ, അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ യാങ്ങിന് നല്ല സങ്കടമൊക്കെ വന്ന് അവൻ്റെ കണ്ണൊക്കെ നിറയും. എങ്കിലും അവൻ പറയും, ഓ ഞാൻ നിനക്ക് വേണ്ടിയൊന്നുമല്ല ഇത് ചെയ്യുന്നത് വെച്ചാൽ നിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ, എന്താ പറയുന്നത്, ഇത് മൊത്തം സമാധാനം ഉണ്ടാക്കണം എന്നല്ലേ, അതിന് വേണ്ടി ഞാൻ നിൻ്റെ കൂടെ നിൽക്കുന്നതേ ഉള്ളൂ, എനിക്കറിയാം നിൻ്റെ മനസ്സിങ്ങനെ, ഞാൻ നിന്നെ വേദനിപ്പിക്കുന്നൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് യാങ് അവിടെ നിന്ന് സങ്കടപ്പെട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ കൂടെയുള്ള നല്ല നല്ല മെമ്മറീസ് എല്ലാം ആലോചിച്ച് അവൻ സങ്കടപ്പെട്ടുകൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത്. എന്നിട്ട് അതിൻ്റെ പിറ്റേന്ന് കാണിക്കുവാണ് നമ്മുടെ യുൻ രാജകുമാരിയാണ് സെർവൻറ്റ്, അവളുടെ കയ്യിൽ ഡ്രസ്സെല്ലാം കൊണ്ടു കൊടുത്തിട്ട് നമ്മുടെ ഹീറോയിൻ വന്നിട്ട് മൂഷിരാജിലെ രാജാവിൻ്റെ രൂപത്തിൽ ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ ജനറൽ എല്ലാവരും അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഹീറോയിൻ നല്ല സ്റ്റൈലിൽ ഇറങ്ങി വരുന്നത്. അപ്പം നമ്മുടെ ഹീറോ തന്നെ ഇങ്ങനെ കണ്ണൊക്കെ ഇതാക്കി ഒരുമാതിരി കിളി പോയ പോലെ അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവള് ശരിക്കും ഒരു ആണുങ്ങളുടെ ഒരു രൂപത്തിൽ ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ മാത്രമല്ല നമ്മുടെ ജനറൽ പറഞ്ഞു, ദൈവമേ രണ്ടുപേരും ഒരേ കണക്ക്, ആരും പറയത്തില്ല രണ്ടാന്ന്, ഒരേ അച്ചിൽ വാർത്ത പോലെ എന്ന് പറഞ്ഞിട്ട് ജനറൽ അവിടെ കിടന്ന് അവൻ അങ്ങ് സന്തോഷിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാം വന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് ഹീറോയിൻ ഒരു കുടയൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇവർ നടന്നു വരിക. ആ ടൈമിൽ ഇവർ നടന്നു വരുന്ന സമയത്ത് നമ്മുടെ ലിൻ രാജകുമാരി അസിസ്റ്റൻറ്റും കരഞ്ഞുകൊണ്ട് ഓടി വരുന്ന ടൈമിൽ കുറേ ആൾക്കാർ അവരെ ആക്രമിക്കാനായിട്ട് വരുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ പെങ്ങൾക്ക് ടെൻഷനാകും, കാരണം അവൾക്ക് അറിയാലോ അവൾ വിചാരിച്ചിരിക്കുന്നത് ഇവള് പാവമാണെന്നല്ലേ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാം, അയ്യോ അവൾ പാവമാണ്, അവളെ ഒന്നും ചെയ്യാൻ നോക്കണമെന്ന് പറയുമ്പോൾ ഹീറോയിൻ ചോദിക്കും, നിനക്ക് ഇവിടെ എങ്ങനെ അറിയാമെന്ന് പറയും. അപ്പോഴാണ് നമ്മുടെ ഹീറോ പറയുക, ഇവള് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരുമല്ല, നമ്മുടെ മെങ് രാജകുമാരിയുടെ ചേച്ചി, മീൻസ് ട്വിൻ സിസ്റ്റർ ആയിരുന്ന ലിൻ രാജകുമാരിയാണെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ പെങ്ങളും പറയുന്നത്, എനിക്കിനി ഇവിടെ ഞാൻ 2-3 ദിവസം മുമ്പ് ഇവിടെ വെച്ച് കണ്ടായിരുന്നു, ഞാനിവിടെ ഈ മാർക്കറ്റ് പ്ലേസിലൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇവളെ ഞാൻ കണ്ടുമുട്ടിയതാണ്. അപ്പോൾ ചേട്ടന്മാർ ഇവളെ ചവിട്ടി പുറത്താക്കിയത് അവിടെ നിന്ന് മാത്രമല്ല, അതുകൊണ്ട് അവൾ പേടിച്ചാണ് ജീവിക്കുന്നതെന്നൊക്കെ ഹീറോയിൻ്റെ അടുത്ത് പറയും. പക്ഷേ ഹീറോയിൻ എന്താ മനസ്സിൽ വരുന്നത്, നമ്മുടെ മെങ് രാജകുമാരി മരിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചേച്ചി വന്നിട്ട് നിൻ്റെ അടുത്ത് പ്രതികാരം തീർക്കുന്നു. അതാണ് നമ്മുടെ ഹീറോയിൻ്റെ മനസ്സിൽ. അപ്പോൾ ഹീറോയിൻ തയ്യാറാവുന്നില്ല, അവർ വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ നമ്മുടെ ജനറൽ ചെന്ന് എല്ലാവരുടെ അടുത്ത് രക്ഷിക്കാൻ പറയുമ്പോഴേക്കും നമ്മുടെ ഹീറോയിൻ പറയും, നിൽക്ക് ഇങ്ങനെ ഒരു ഒരു ഷോ ഇനി ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള ഷോ, അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്നുള്ളത് നമുക്കൊന്ന് നിന്ന് കാണാൻ എല്ലാവരും വെയിറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ജനറലിന് ഇച്ചിരി കൂടി സന്തോഷം, ഇവിടെ ഇത്രയും സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നല്ലോ, എന്നാൽ നമുക്ക് ഈ ഷോ ഒന്ന് കണ്ടു നിൽക്കാമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും അവിടെ നിൽക്കുക. അപ്പോൾ നമ്മുടെ അസിസ്റ്റൻറ്റ് നമ്മുടെ ലിൻ രാജകുമാരിയുടെ അസിസ്റ്റൻറ്റ് ലിൻ രാജകുമാരിയുടെ അടുത്ത് പറയാണ്, ഇത് നടപ്പാവുമെന്ന് തോന്നുന്നില്ല, അവർ നമ്മുടെ ഈ പ്ലാൻ കണ്ടിട്ട് ഫൂൾ ആവുമെന്ന് തോന്നുന്നില്ലെന്ന് പറയുന്ന സമയത്ത് ലിൻ രാജകുമാരി പറയുവാണ്, ഒരു രക്തബലി കൊടുത്താൽ ഇതിന് ശരിയാവുമെന്ന് പറഞ്ഞാൽ ആ അസിസ്റ്റൻറ്റിനെ ആ കത്തിയിലേക്ക് തള്ളിയിടുകയാണ്. അപ്പോൾ അവൾ അങ്ങ് മരിച്ചു വീഴുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ വിശ്വസിക്കുന്നില്ലെന്നാവുന്ന സമയത്തും ലിൻ രാജകുമാരി കണ്ണുകൊണ്ട് കാണിക്കണം അവളെ കുത്താൻ. അപ്പോൾ അവൾ ഒരു വട്ടം കുത്തിയിട്ട് നമ്മുടെ ഹീറോയിന് ഇതൊന്നുമില്ല, അനക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൾ പിന്നെ ഇച്ചിരി സ്ട്രോങ് ആയിട്ട് കുത്താൻ പറയുകയാണ് അവിടെ നിൽക്കുന്ന ആൾക്കാരോട്. അപ്പോൾ രണ്ടാമത്തെ കുത്ത് ഭയങ്കര സ്ട്രോങ് ആകുമ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നത്, വാ നമുക്ക് അവരെ രക്ഷിക്കാൻ പറഞ്ഞ് ഓടി ചെന്നിട്ട്, അപ്പോൾ ഇവർ വരുന്ന കാണുമ്പോൾ അവിടുത്തെ ഉള്ള ആൾക്കാരെല്ലാം ഓടിപ്പോവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആക്രമിക്കാൻ വന്ന ആൾക്കാരെല്ലാം ഓടിപ്പോവും. എന്നിട്ട് ഹീറോയിൻ വന്ന് പറയുവാണ്, നീ മെങ് രാജകുമാരിയോടുള്ള പ്രതികാരം തീർക്കാനാണ് ഇവിടെ വന്നിട്ടുള്ളതെങ്കിൽ നീ മനസ്സിലാക്കിക്കോ, നീയും അതിൻ്റെ ബാക്കിയുള്ള ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് നിൽക്കുന്നതോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.